രാത്രി ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോയ കറിയുടെ റെസിപ്പി പറയട്ടെ. ഒരു 200 ഗ്രാം സോയ ചങ്ക്സ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുതിരാൻ വയ്ക്കുക. അതിനുശേഷം 1-2 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് നമ്മൾ വൃത്തിയാക്കി വെച്ച സോയയിൽ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതെവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട വേറൊരു മസാലയും കൂടെ ഉണ്ടാക്കാം. 2 സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി നമ്മൾ സവാള വറുത്ത ബാക്കി എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി തൈരിലെ വെള്ളമൊക്കെ വറ്റി സോയ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാളയുടെ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മിക്സി കഴുകിയ വെള്ളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി.